മലയാളിയുടെ കാരുണ്യത്താൽ വീടില്ലാത്ത 6 കുടുംബങ്ങൾക്ക് ഇനി സ്വന്തമായ ഒരു ഭവനം. നിരാലംബരായ അവർക്കിനി അടച്ചുറപ്പുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള പുത്തൻ വീട്ടിൽ അന്തിയുറങ്ങാം. എറണാകുളം സ്വദേശിയായ പ്രവാസി മലയാളി അബ്രഹാം ബെഞ്ചമിനാണ് മണിയടിൽ സ്ഥലം വാങ്ങി സ്വന്തം വീട് വെച്ചതിനൊപ്പം 6 കുടുംബങ്ങൾക്ക് കൂടി ഭവനം നിർമ്മിച്ചു നൽകിയത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പ്രവാസി മലയാളി അബ്രഹാം ബെഞ്ചമിനാണ് 6 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. വീട് കൂടാതെ വീട്ടിലേക്കുള്ള ഉപകരണങ്ങളും കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അടങ്ങുന്ന സമിതിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയതും ദീപം പുനരധിവാസ പദ്ധതി എന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയതും. 13-ാം വാർഡിൽ കരിക്കാട്ടുപടിയിൽ വീടുകൾക്ക് സമീപം നടന്ന സമർപ്പണ പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാവരും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മഹിതമായ സന്ദേശം കൂടിയാണ് ഈ ചടങ്ങിൽ ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് അധ്യക്ഷനായി. നടത്തുന്നതിന് മുമ്പായി സമൂഹത്തിൽ യാതനകളും വേദനകളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ചുപേരെങ്കിലും സഹായിക്കുവാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടെയാണ് എന്റെ വീട്ടിലേക്ക് എനിക്ക് വളർന്നാൽ വെക്കേണ്ടതെന്ന് തീരുമാനമെടുത്ത ഈ കുടുംബത്തെ ഞാൻ ഈ അവസരത്തിൽ ഈ നാടിന് വേണ്ടി ജനതയ്ക്ക് വേണ്ടി വളരെയധികം ഞാൻ അഭിനന്ദിക്കുന്നു. മാർത്തോമ സിറിയൻ സഭയിലെ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ വീടുകളുടെ താക്കോൽ കുടുംബങ്ങൾക്ക് കൈമാറി. മനുഷ്യനാകാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ഇവന്റാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. വിവിധ തുറകളിൽ പ്രതിഭ തെളിയിച്ചവരെ MLA അനൂപ് ജേക്കബ് ഉപഹാരം നൽകി അനുമോദിച്ചു. 6 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഇടം നൽകുക എന്നത് അതേറെ അഭിനന്ദനീയവും പ്രശംസനീയവുമാണ്. വലിയൊരു പുതുവത്സര സമ്മാനമാണ് നമ്മുടെ നാടിന്, വലിയൊരു മാതൃകയാണ്. എബ്രഹാം ബെഞ്ചമിൻ കുടുംബത്തെ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അനുമോദിക്കുന്നു. മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം എൽദോ ടോംപോൾ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PK പ്രദീപ്, അംഗം ജ്യോതി രാജീവ്, CDS അധ്യക്ഷ ഉഷ രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അനിമോൾ എന്നിവർ സംസാരിച്ചു. മുംബൈ പ്രസ് ക്ലബിന്റെ റെഡിംഗ് പുരസ്കാരം നേടിയ മാതൃഭൂമി സീനിയർ ഫോട്ടോഗ്രാഫറും നാട്ടുകാരനുമായ TK പ്രദീപ് കുമാറിനുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രഭ പ്രദീപ് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.